ധനദുർഗയാണ് പ്രതിഷ്ഠാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ലോ അല്ലേ? അവിടെയാണ് അച്ഛൻ സ്ഥാനം കണ്ടിട്ടുള്ളത്. അവിടെ തന്നെ കണ്ടാ മതി. അമ്മ അവനോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ തന്നെയാണോ അച്ഛൻ സ്ഥാനം കണ്ടത്? അതെ. എന്താണ് അപ്പോ? ഭൂമിജാതകം നല്ലത് തന്നെ, ആകൃതിയും താഴ്ചയും ഉത്തമം. നീരൊഴുക്കും നിരക്കടില്ല, ശ്വസിക്കുന്ന മണ്ണ് തന്നെ. പക്ഷേ ശ്വാസത്തിൽ ചോരയുടെ ഗന്ധം. മനുഷ്യരക്തം വീണ യുദ്ധഭൂമിയാണിതെന്ന് ലക്ഷണത്തിൽ അറിയുന്നു. എന്നിട്ടും അച്ഛൻ തന്നെ ഇവിടെ സ്ഥാനം കണ്ടെന്ന ഇവിടം ക്ഷേത്രത്തിന് യോഗ്യമല്ലെന്നാണോ പെരുന്തച്ഛന്റെ പറയണത്? പെരുന്തച്ഛന്റെ മകനെന്നല്ലാതെ എനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, കണ്ണൻ വിശ്വകർമ്മൻ. അങ്ങനെ വിളിച്ചാൽ മതി. കണ്ണൻ വിശ്വകർമ്മന് നല്ല ആത്മവിശ്വാസമുണ്ട്. കണ്ടെത്തിയ തെറ്റുമല്ല. പൂർവികരിൽ ആരോ എഴുതിയൊരു ഗ്രന്ഥത്തിൽ പണ്ടിവിടെ ജോനഗിരിയുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്ന രേഖയുണ്ട്. അതിന്റെ സൂചനകൾ വെച്ച് നോക്കുമ്പോ ആ യുദ്ധം നടന്ന സ്ഥലം ഇതാവാനാണ് വഴി. എനിക്കതിവിടെ കാലുകുത്തിയപ്പോഴാ മനസ്സിലായി. പിന്നെ അതൊക്കെ പറഞ്ഞ് എന്തിനാ നിങ്ങളെ പേടിപ്പിക്കാൻ കരുതിയ ഞാൻ മിണ്ടാതിരുന്നത്. എന്റെ പൊന്നു തിരിങ്ങുമ്പോ ഇങ്ങനെ ബബ്ബബ്ബന്ന് പറഞ്ഞ് ചിരിച്ചാല് ഇവിടെ എവിടെയും കോഴികളിലേക്ക് ഓടി വരും. ഇനിയും യോഗേശ്വരൻ തിരുമ എനിക്ക് സംശയമുണ്ടെങ്കിൽ 4 കോലാഴത്തിൽ കുടിച്ചു നോക്കുള്ളൂ. തലയോടുകളും ആയുധങ്ങളും കണ്ടെടുത്താൽ വിശ്വസിക്കാമല്ലോ. ഇനിയിപ്പോ സംശയിച്ചിട്ട് കാര്യമില്ല. അല്ല തിരുമേനിമാർ അവിടെ നിന്ന് മാറിയിക്ക. അതിനിടയിൽ 4 ജോനഗിരി മരിച്ചിടന്ന് ഇങ്ങനെ അവിടെ നിന്നും മാറിയിക്ക. അതിനിടയിൽ ഈ ജോനഗിരിയുടെ നേതാവിന്റെ തലയോട്. ഈ നിൽക്കുന്നിടത്ത് എല്ലായിടത്തും ഉണ്ട് മൃതാവശിഷ്ടങ്ങൾ. ഇനി എന്ത് വേണമെന്ന് പറയൂ തിരുമേനി. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ കണ്ണൻ വിശ്വകർമ്മൻ പറഞ്ഞോളൂ. ഏതർത്ഥത്തിൽ നോക്കിയാലും പെരുന്തച്ഛനേക്കാൾ കേമൻ തന്നെ മകൻ. കിഴക്കോട്ട് മാറിയാൽ ഉത്തമമാണ്. നീരൊഴുക്കും ആകൃതിയും ഇതിനേക്കാൾ നല്ലത്. അവിടെ കാണാം സ്ഥാനം. അത് പെരുന്തച്ഛൻ ശിലാന്യാസം എന്ന നിലയ്ക്കല്ല, ഒരടയാളം എന്ന നിലയ്ക്ക് ഒരു കല്ല് സ്ഥാപിച്ചെന്നേ ഉള്ളൂ. ആ കല്ലാണ് അത്. അച്ഛന് പറ്റിയ അബദ്ധത്തിന് അടയാളമായിട്ട് ഇവിടെ കിടക്കണ്ട. അച്ഛൻ ശാസ്ത്രത്തിൽ അന്ധമായി വിശ്വസിക്കുന്നു. വായിച്ചറിവുകൾ കൂടി ആയപ്പോൾ നിരീക്ഷണങ്ങൾ കുറഞ്ഞു. ഗ്രന്ഥങ്ങളിലെ എഴുത്താണി പിശകൾ പോലും അപ്പാടെ വിശ്വസിച്ചു വിഴുങ്ങിയ പെരുന്തച്ഛന്റെ തെറ്റുകളിൽ ഒന്ന് മകൻ തിരുത്തുന്നു. ഞാൻ പറഞ്ഞേ മൂത്താശാരി വേറെ സ്ഥാനം മറക്കണ്ട. എടാ ഞാൻ ഇനി ശേഷം എന്താണെന്ന് വെച്ചാ കണ്ണൻ വിശ്വകർമ്മൻ പറഞ്ഞോളൂ. കൽപ്പണിക്ക് ദേശപ്പണിക്കാരെ കൂട്ടാം, പക്ഷെ കൂലി അത് ഞാൻ നിശ്ചയിച്ച് നൽകൊള്ളാം. മരക്കൊത്തിന് കരിമരുന്നും വീട്ടിയും മതി. മരമറപ്പ് കൂടും, കൂലിയും ദേശത്തെ തച്ചന്മാരെ കൂടെ കൂട്ടാം. പക്ഷെ കൂലി അത് ഞാൻ മുഖാന്തരം മതി. പെരുന്തച്ഛൻ വേതനത്തിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധാലുവായിരുന്നില്ല. പക്ഷേ കണ്ണൻ വിശ്വകർമ്മന് എല്ലാത്തിനും കണക്കുകളുണ്ട്. ജോലിക്കും കൂലിക്കും പണി മോശാവില്ല. കണ്ടു ബോധ്യപ്പെട്ടിട്ട് മതി പ്രതിഫലം. പണി കേമായ പ്രതിജ്ഞ കൂടെ തരുന്ന. അതെ, ധനത്തിനല്ലല്ലോ, നല്ല തച്ചന്മാർക്കല്ലേ നാട്ടില് ദാരിദ്ര്യം. യോഗേശ്വരത്തൊരു ഗോപുരമണിയാനുണ്ട്. അത് പെരുന്തച്ഛനെ കൊണ്ട് ജയിക്കാനായിരുന്നു നിരീച്ചത്. ഇനിയിപ്പം കണ്ണൻ വിശ്വകർമ്മനെ നേരമുണ്ടെങ്കിൽ നോക്കാം. ഇന്നിനി നേരം നന്നല്ല. ശിലാന്യാസം നാളെയാവോ. തമ്പ്രാക്കൾ പോയി മറ്റു കാര്യങ്ങൾ നോക്കിയുള്ളൂ. പെരുന്തച്ഛന് അസൗകര്യം ഉണ്ടായിരുന്നു നന്നായി. അല്ലെങ്കിൽ അസ്ഥാനത്തായ നമ്പരം അത് മകൻ വന്നത് കൊണ്ട് ഒഴിവാക്കിയല്ലോ. ദൈവാനുഗ്രഹം. ഇതാണ് സ്വീകരിക്കാം. ജന്മരാശിയിൽ കണ്ണന്റെ നേരം തെളിഞ്ഞു എന്നാ തോന്നണേ. എന്നാലും കണ്ണ അച്ഛൻ കണ്ട സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് ഈ ഇല്ലപ്പുറം എനിക്ക് വേറെ സ്ഥാനം കാണാമായിരുന്നു. സ്വന്തമായൊരു സ്ഥാനമാണ് ലക്ഷ്യമെങ്കിൽ ആദ്യം തള്ളിക്കളയേണ്ടത് ഏറ്റവും ശ്രേഷ്ഠനായവന്റെ സ്ഥാനമാണ്. മലനാട്ടിൽ ഇനി കണ്ണനും ഉണ്ടാവും ഒരു തച്ചന്റെ സ്ഥാനം. അതെന്തെങ്കിലും ആവട്ടെ, നീ കൂലിയുടെ കാര്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. എന്താ ദേശപ്പണിക്കാരുടെ വേതനം ഞാൻ തമ്പ്രാക്കളിൽ നിന്ന് ഒരുമിച്ച് വായിക്കും. കൂലിയിൽ 4 ശിഷ്ടം മാത്രം ഞാൻ പണിക്കാർക്ക് നൽകും. ആ വഴിക്കും വരുമല്ലോ നേട്ടം. നീ ആള് മോശമില്ലാട്ടാ. എന്റെ കൂലിൽ 4 തരൂ. നിനക്ക് കൂലിയേ ഇല്ലല്ലോ. എനിക്ക് കൂലി വേണം കണ്ണ. ഇന്നേക്ക് മൂത്താചാര്യത്തെന്ന് പറഞ്ഞിരുന്ന് ധനദുർഗയുടെ ശില്പം കൊത്താൻ മോളെയും കൂട്ടണമെന്നും പറഞ്ഞിരുന്ന് അച്ഛൻ. ഇത് സ്വല്പം കാര്യമായ പണിയാണ്, അതുകൊണ്ട് തന്നെ പറഞ്ഞു വിട്ടു. മേൽനോട്ട് നീ എന്നെയും വന്ന സ്ഥിതിക്ക് തിരിച്ചു പോകണ്ട. ഞാനും മനസ്സിൽ കുറിച്ചിട്ടിരുന്നു ഈ മാതൃക. നിന്റെ നാക്കടക്കി വെച്ചോ. പെരുന്തച്ഛന്റെ മകനാത്.
ഒന്നും അറിയാത്ത ഒരാളെ മൂത്താച്ചാരികൾ പറഞ്ഞയക്കില്ല. നീ ധൈര്യമായിട്ട് കൂടിക്കോ, പക്ഷെ കൂലിയിൽ 4 കുറയും, അത്ര കുഴപ്പമുള്ളൂ. എന്താ സമ്മതമില്ലെന്നുണ്ടോ? അയ്യോ, ഞങ്ങൾക്ക് മൂത്താച്ചാരിയെ പോലെ തന്നെയാ മൂത്താച്ചാരിയുടെ മോനും. ഒരു പടി മേലെ കണ്ടാലും കുഴപ്പമില്ല. എന്താ നിന്റെ തീരുമാനം? എനിക്ക് വിരോധമൊന്നുമില്ല. കാണാലോ ചെക്കന്റെ കരവിരുത്. കരവിരുത്? പെരുന്തച്ഛൻ അറിയാത്ത കരവിരുതുകൾ പലതും കണ്ണൻ വിശ്വകർമ്മനിൽ നിന്ന് ഇനി നീ അറിയും. പെരുന്തച്ഛൻ നിന്നെ നേരാകൃതിയിൽ പകർത്തിയെങ്കിൽ ഞാൻ നിന്നെ കരവിരുതുകൾ കൊണ്ട് കൂടുതൽ സുന്ദരിയാക്കും. പെരുന്തച്ഛന് നിന്നിൽ ഉണർത്താൻ പറ്റാത്ത പല ഭാവങ്ങളും ഞാൻ നിന്നിൽ നിന്ന് കണ്ടെടുത്തു പകർത്തും. ഒടുവിൽ നീ നിന്റെ പ്രതിച്ഛായ കണ്ട് അതിശയിച്ച് ചോദിക്കും, ഇതായിരുന്നു ഞാൻ.